റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി ഒരുക്കുന്ന അറ്റ് ഹോം സർക്കാർ ചടങ്ങിലേക്ക് പ്രത്യേക ക്ഷണിതാവായി തിരുവനന്തപുരം സ്വദേശിനിയും സർവശ്രേഷ്ഠ ദിവ്യാംഗൻ പുരസ്കാര ജേതാവുമായ അനന്യ ബിജേഷും. രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള പ്രത്യേക ക്ഷണപത്രം ചൊവ്വാഴ്ചയാണ് തപാൽ വകുപ്പ് അനന്യയ്ക്ക് കൈമാറിയത്. ഓട്ടിസത്തിന്റെ പരിമിതികളെ സംഗീതത്തിന്റെ പ്രതിഭ കൊണ്ട് മറികടന്ന തിരുവനന്തപുരം സ്വദേശിനി അനന്യ ബിജേഷിന്റെ വീട്ടിലേക്കായിരുന്നു പോസ്റ്റൽ സർവീസിന്റെ ഈ യാത്ര. എത്തിയത് രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള പ്രത്യേക ക്ഷണക്കത്തുമായി. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി ഭവനിൽ ഒരുക്കുന്ന അറ്റ് ഹോം സൽക്കാരത്തിലേക്കായിരുന്നു സർവശ്രേഷ്ഠ ദിവ്യാംഗൻ പുരസ്കാര ജേതാവായ അനന്യ ബിജേഷിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രത്യേകം ക്ഷണിച്ചത്. നിലവിൽ 80% ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ സ്ഥിരീകരിച്ചിട്ടുള്ള അനന്യയ്ക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ഓട്ടിസം രോഗമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. എന്നാൽ ചെറുപ്രായത്തിൽ തന്നെ അനന്യ സംഗീതത്തിൽ സവിശേഷമായ താൽപര്യം പ്രകടിപ്പിച്ചു. സംഗീതം പഠിക്കാതെ തന്നെ 4 വയസ്സുള്ളപ്പോൾ കീബോർഡും വായിക്കാൻ തുടങ്ങി. നിരവധി പ്രശസ്ത കലാകാരന്മാർക്കൊപ്പം പാടി കഴിവ് തെളിയിച്ച അനന്യയെ തേടി സർവശ്രേഷ്ഠ ദിവ്യാംഗൻ പുരസ്കാരം വന്നത് കഴിഞ്ഞ മാസമായിരുന്നു. സംഗീത വഴികളിൽ ശക്തമായ പിന്തുണയുമായി കുടുംബവും ഒപ്പമുണ്ട്. ഒത്തിരി സന്തോഷം, അഭിമാനം ഉള്ള നിമിഷത്തിലാണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത് കേട്ടോ. കാരണം നിങ്ങൾക്ക് സ്വപ്നതുല്യാണ്. അതായത് ഞങ്ങളെ ആ ഒരു തലത്തേക്ക് നമ്മളെ എത്തിച്ചത് ഭിന്നശേഷിയുള്ള മോളുടെ കഴിവാണ്. അവളുടെ അത് ഡിഫറently ഏബിൾഡ് അല്ലെങ്കിൽ ഭിന്നശേഷി എന്ന് പറയുന്നതാണ്. ആക്ച്വലി ഇതൊരു ഡിസബിലിറ്റി അല്ല, ഡിഫറെന്റ് എബിലിറ്റി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ ഇപ്പൊ നിർത്തിയിരിക്കുന്നത് പ്രസിഡന്റ് അടുത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. അതിന്റെ ഇൻവിറ്റേഷൻ കാരണം ഞങ്ങൾക്കിപ്പോഴും അതിന്റെ എന്താ പറയാ സന്തോഷത്തിലാണ്. മോള് പാട്ട് പഠിക്കുന്നത് തന്നെയാണ് പഠിക്കുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ചിലപ്പോൾ എവിടെ നിന്നെങ്കിലും കേൾക്കുമായിരിക്കും. ആള് ഒന്നുകിൽ ടിവിയിൽ കേൾക്കുന്നതായിരിക്കും, മൊബൈലിൽ കാണുന്നതായിരിക്കും. അപ്പൊ ആ പാട്ട് തന്നെ അയാള് ടൈപ്പ് ചെയ്ത്, ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാനൊക്കെ അറിയാം കമ്പ്യൂട്ടറിൽ. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്ത് ടൈപ്പ് ചെയ്ത് അതിൽ തന്നെ ഇഷ്ടമുള്ള പാട്ടുകൾ പഠിക്കാൻ പോകും. റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥനായ അച്ഛൻ ബിജേഷും അമ്മ അനുപമയ്ക്കും മകൾ കൊണ്ടുവന്ന ഈ നേട്ടങ്ങളെക്കുറിച്ച് നിറഞ്ഞ അഭിമാനമാണ്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.